ബാലൻ്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ആ ഒരു സ്റ്റേബിൾ ഉണ്ടാക്കുന്നായിരുന്നു പറഞ്ഞിരുന്നത്, പക്ഷെ ഞാൻ ആ സ്റ്റേബിൾ ഉണ്ടാക്കുന്നില്ലെന്ന്. ഈ ഒരു സ്റ്റേബിൾ ഉണ്ടാക്കണമെങ്കിൽ അറിയാണ്ട് വിട്ടു പോയതാണ്. ആ സ്റ്റേബിൾ ഉണ്ടാക്കുന്നതിന് പകരം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ഈ ഒരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ്. അയ്യോ കൈ തട്ടിപ്പോയി. അയ്യോ ഇവിടെ തിരിച്ചു വെക്കാവേ. ഇങ്ങനെ അല്ലല്ലോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതെടുത്തിട്ട് ഇവിടെ അതവിടെ വെക്കാൻ പറ്റില്ല. ഇതെടുത്തിട്ട് ഇവിടെ ഇവിടെ വെച്ചിട്ട് ഇതെടുത്ത് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇപ്പം റെഡി. അപ്പോൾ ഇന്ന് ഞാൻ എന്താ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിങ്ങോട്ട് കയറട്ടെ. ഇപ്പോൾ ഇലക്ട്രൻ്റെ ആനിമേഷനൊക്കെ അവർ മാറ്റി കേട്ടോ. ഇങ്ങനെ പറക്കുന്നത് ഇപ്പം. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ കാണുന്നത്. ഇങ്ങനെ ഇപ്പോൾ നമുക്ക് പറക്കാൻ കഴിയും. നിങ്ങളൊന്ന് പോയിട്ട് ജാവ എടുത്ത് ശ്രദ്ധിച്ച് നോക്കി ഇങ്ങനെ പറക്കാം നമുക്ക്. കണ്ടാ ഇപ്പോൾ ലൈഫൊന്നും വേണ്ട, നമുക്ക് സർവൈവൽ കളിക്കാം. എത്ര മുകളിൽ നിന്ന് കൊണ്ടാലും ചാവൊന്നുമില്ല. കാണിച്ചുതരാം. കണ്ടോ, ചാവൂല. ഇപ്പോൾ ഫാൾ ഡാമേജ് ഒക്കെ ഓഫാക്കി. ഇപ്പോൾ ലൈഫ് താഴെ ഉണ്ടാവില്ല, അത് നമ്മുടെ ഇൻവെൻട്രിയിലാണല്ലേ. പിന്നെ കാണിച്ചത് ഇവന്മാർ കണ്ടിട്ടുണ്ട്. ഇവന്മാർക്ക് തന്നെ അടിക്കാൻ പറ്റൂല. നോക്കോ, അമ്പ് ശരിക്കും കൊള്ളൂല. സൂപ്പർമാനെ പോലെ എന്താ ചള 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 ചള. സൂപ്പർമാനാണ്. എൻ്റെ ബാക്കിൽ മറ്റേ ക്ലോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ കറക്റ്റ് സൂപ്പർമാൻ. ഇത്ര നേരം ഞാൻ വെറുതെ ആക്കിയതാണ്. ഇത് ശരിക്കും ഒറിജിനൽ വേൾഡ് ഒന്നുമല്ല. ഞാൻ കാണിച്ചുതരാം. ഇത് വെറും കോപ്പി വേൾഡാണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അപ്പോൾ ഇത് ഡിലീറ്റ് ആക്കിയിട്ട് ഒറിജിനൽ വേൾഡിലോട്ട് കയറട്ടെ. ഓക്കെ, ഞാൻ ശരിക്കുള്ള വേൾഡിൽ കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ വെറുതെ ആക്കിയാണ്. ഒരാൾ കമൻറ്റ് ഇട്ടായിരുന്നു ക്രിയേറ്റീവ് യൂസ് ചെയ്യുന്നില്ലായിരുന്നു, അതുകൊണ്ട് വെറുതെ ആക്കിയതാണ്. ഇനി ഇവന്മാരൊന്ന് ശരിക്കും അടിച്ചോളൂ കേട്ടോ. ഇവിടെ വടാ അത്ര സൂപ്പർമാൻ പവർ അല്ലെങ്കിൽ ഞാൻ സീനാണ്. ഞാൻ ആ ഒരു ഗ്യാസിൻ്റെ സ്റ്റേബിൾ ഉണ്ടാക്കാൻ തന്നെയായിരുന്നു ഇരുന്നത്, പക്ഷേ ഇത് ഞാൻ ഇന്നലെ തുറന്നുകളഞ്ഞതുകൊണ്ട് ഇതൊന്നും ആയിട്ടില്ല. ഇതൊക്കെ ഇനി ആകുമ്പോഴത്തേക്ക് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഒരു ഐഡിയ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താ ഉണ്ടാക്കേണ്ടതെന്നുള്ള. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ഓട്ടോമാറ്റിക് സ്റ്റോറേജാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാന്ന് വെച്ചാൽ ഇത് വലിയൊരു സാധനമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വലിയൊരു ബിൽഡ് ആയിരിക്കും. 40 സാധനങ്ങൾ ഈ ബ്ലോക്സൊക്കെ ഇതിനകത്ത് ഒറ്റയടിക്കായിട്ട് തന്നെ ഇത് മനസ്സിലായില്ലേ. 40 ബ്ലോക്കിനുള്ള കപ്പാസിറ്റിയുള്ളൊരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ്. അധികം വലുതാക്കുന്നില്ല. പിന്നെ ഈ ഒരു സ്ഥലത്ത് തന്നെ വേണ്ടതും കൂടി കൊണ്ടാണ്. കാരണം അങ്ങോട്ടൊക്കെ മാറ്റുണ്ടാക്കിയ രസം ഉണ്ടാവില്ല. ഇത് ഈ ഇത്രയും ബിൽഡിൻ്റെ ഇടയ്ക്ക് തന്നെ വേണം. ഇത് ഭയങ്കര വലുതായിരിക്കും, അതുകൊണ്ട് ഒരു സ്ഥലവും ഇല്ല ഇവിടെ. അതും കൂടിയാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. എനിക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ട് എവിടെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഈ ഒരു ബിൽഡ് ഈ ഒരു സ്ഥലം അങ്ങ് ക്ലിയർ ആക്കിയിട്ട് ഇവിടെ അങ്ങ് ഉണ്ടാക്കിയാലോ. ഇവിടെ തന്നെ ക്ലിയർ ആക്കാൻ കുറച്ചധികം സമയം എടുക്കും. ഇത് അടുത്തുമാണ്. ഓക്കെ, ഞാൻ ഫൈനലി തീരുമാനിച്ചു എവിടെയാണ് ഉണ്ടാക്കേണ്ടതെന്ന്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ഏരിയ ഉണ്ടല്ല, ഈ ഒരു ഏരിയ ഫുള്ളും ക്ലിയർ ആക്കാൻ പോവാണ്. ഇതെല്ലാം പൊട്ടിച്ച് മാറ്റാൻ പോവാണ്. ഇവിടെ ഞാൻ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, ഇത് എവിടെ നിന്നാണ് ഞാൻ പൊട്ടിച്ചു തുടങ്ങാൻ വെച്ചാൽ ഈ ഒരു അടിയിൽ നിന്നായിട്ട് എടുക്കണം. ഈ ഒരു സ്ഥലത്ത് നിന്നായിട്ട് എടുക്കണം, എന്നാലേ കറക്റ്റ് റെഡി ആവുള്ളൂ. 3, 2, 1 സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഈ സ്ഥലം മൊത്തം ക്ലിയർ ആക്കട്ടെ. പിക്കാക്സ് ഒട്ടാറായി അൺബ്രേക്കിംഗ് 3 ഇല്ലാത്തതിൻ്റെ ഒരു കുഴപ്പമാണിത്. ഞാൻ എന്തായാലും ഈ പിക്കാക്സ് മെൻറ്റ് ചെയ്യാൻ പോകുന്നതിൻ്റെ കൂടെ തന്നെ വേഗം പോയിട്ട് ഒരു പോർട്ടലും കൂടി അവിടെ ഉണ്ടാക്കി സെറ്റാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ പോർട്ടലിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് കയറി പോകാൻ പറ്റും. പിന്നെ 7 ഒബ്സിഡിയൻ ഉണ്ട്. ഇനിയും ഒരു 20 ഒബ്സിഡിയൻ കൂടി വേണം. 20 ഒബ്സിഡിയൻ വേണം. ഇനിയും 20 ഒബ്സിഡിയൻ വേണ്ട. ഞാൻ ഒന്ന് പോയിട്ട് ഇതെടുത്തിട്ട് ഒബ്സിഡിയൻ ആക്കിയിട്ട് അവിടെ ഇവിടെ കയറ്റുന്നു. ഞാൻ പോയിട്ട് ഒബ്സിഡിയനൊക്കെ എടുത്തിട്ട് വരാം. ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇപ്പോൾ ഉള്ള 7 ഒബ്സിഡിയനാണ്. ബാക്കി അതിലോട്ട് കൊണ്ട കിട്ടിയ ഒബ്സിഡിയൻ എന്താ കിട്ടാത്ത? ലാവേ പോയ പിന്നെ കിട്ടുമല്ലേ. 20 ഒബ്സിഡിയൻ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ പോർട്ടലിലോട്ട് കയറിയിട്ട് ഫസ്റ്റ് എൻ്റെ പോർട്ടലിൽ അങ്ങോട്ട് പോകണം. ഞാൻ ഒന്ന് പോയിട്ട് വേഗം വരാം. ഞാൻ എൻ്റെ പോർട്ടലിൽ അങ്ങോട്ട് പോവാണ്. എൻ്റെ പോർട്ടലിൽ അങ്ങോട്ട് ഞാൻ പോയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനിട്ട് അവിടെ നിന്ന് ഒരു പോർട്ടൽ ഉണ്ടാക്കുകയും ചെയ്യണം. ഈ നമ്മുടെ ബെഡ് റോക്കിൻ്റെ റൂഫിൽ നിന്ന് അവിടെ നിന്ന് ഈ പോർട്ടൽ ആ പോർട്ടൽ അടുത്തായിട്ട് തന്നെ 8 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യുകയും വേണം. അതാണ് വലിയ പണി. ഓക്കെ, ഞാൻ ഇവിടെ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അറിയാണ്ട് ഇതിലോട്ട് കയറിപ്പോയി. എൻ്റെ അമ്മ ഇതെവിടെയാണ് ഫോൺ അയക്കുന്നത്? ഇതിനെ ഞാൻ പൊട്ടിച്ചെടുത്ത് ആ മല മൊത്തം ഞാൻ ഇടിച്ചും കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത്ര ഏരിയ കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെ ആ ഒരു ഓട്ടോമാറ്റിക് സ്റ്റോറേജ് റൂമല്ല, ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മാത്രം മതി.
പിന്നെ ഇന്ന് ഞാൻ ഓട്ടോമാറ്റിക് സ്റ്റോറേജ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഡിസൈനിങ് ഒക്കെ നാളെ ചെയ്യുള്ളൂ. ഇപ്പം തന്നെ ഭയങ്കര രാത്രി വേഗം എഡിറ്റ് ചെയ്തിടേണ്ടതാണ്. പിന്നെ ഈ അച്ചീവ്മെൻറ്റ് വീണ്ടും കിട്ടുന്ന നോക്കണ്ട. എൻ്റെ വീടിന് ഇടക്കിടക്ക് പണി കിട്ടുന്നുണ്ട്. കറണ്ട് പോകുന്നതുകൊണ്ട് ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഇനി തൊട്ട് ബാക്കപ്പ് എടുത്ത് വെക്കണം. എപ്പോഴാണ് വേൾഡ് പോകാമെന്ന് പറയാൻ പറ്റില്ല. ഇനി തൊട്ട് എന്തായാലും ഞാൻ ബാക്കപ്പ് ഒക്കെ എടുത്ത് ജാഗ്രതയോടെ ഇരിക്കുകയുള്ളൂ. ഈ ഒരു ഇതുണ്ടാക്കുന്നതിന് മുന്നേ ഈ 2 ഷൾക്കർ ബോക്സിലുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്ത് ഇതിലോട്ട് വെക്കട്ടെ. 2 ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ഗ്രേ ബാഗിലോട്ട് ഞാൻ വേണ്ട എല്ലാ സാധനങ്ങളൊന്നും വേഗം എടുത്തിട്ട് വരാം. ഞാൻ 40 ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് റൂമാണ് ഉണ്ടാക്കുന്നത് ഓട്ടോമാറ്റിക്. അത് 40 മീൻസ് ഒരു ബ്ലോക്കിന് 2 ഡബിൾ ചെസ്റ്റ് ആയിരിക്കും. അപ്പോൾ 80 ചെസ്റ്റുമാണ് എനിക്ക്. ഞാൻ കുറച്ച് കഷ്ടപ്പെടും, കുഴപ്പമില്ല. എനിക്ക് എന്തെങ്കിലും ഓട്ടോമാറ്റിക് വുഡ് ഫാം ഉള്ളതുകൊണ്ട് ഇപ്പോൾ തന്നെ 57 ആയുള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് ഓട്ടോമാറ്റിക് വുഡ് ഫാമിൽ കുറേ നേരം ഇരിക്കട്ടെ. പി കാസിൻ്റെ ഒച്ച കേട്ടു. അതാ 1 2 പേര് എണ്ണീറ്റുള്ളോ? ഇല്ല 3 പേര് എണ്ണീറ്റിട്ടുണ്ട്. 1 2 അതാ 2 ഉണ്ട്. മൂന്നാമത്തെ എവിടെ? ഇതാ 3 ഉണ്ട്. യെസ്, ഇവന്മാരിവിടെ ഇരിക്കട്ടെ. ഇവന്മാർ പറഞ്ഞു പോലും വിചാരിക്കുന്നത് ബബിളിനെ പോലെ നിങ്ങൾ ഓഫ് റോഡ് ട്രിപ്പ് പോയാൽ ഞാൻ എല്ലാത്തിനും ചന്തി അടിച്ച് പൊളിയും. മര്യാദയ്ക്ക് ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തന്നെ മഴ പെയ്ത് പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ ഇത്ര ഇതുള്ളൂ. പക്ഷേ അതായത് ബോൺ മീലുള്ളൂ. ഇവിടേക്കൊന്ന് വന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്ര ആക്കിയിട്ട് ഇത്രേ കിട്ടുള്ളൂ. കുറേ പോപ്പി ഞാൻ ഇട്ടായിരുന്നു, പക്ഷെ അത് മൊത്തം ഇട്ടിട്ട് ഇത്രേ കിട്ടിയുള്ളൂ. ഏകദേശം ഇത്ര സാധനങ്ങളാണ് വേണ്ടത്. റെഡ് സ്റ്റോൺ ഇത്ര വേണ്ട. എനിക്ക് റെഡ് സ്റ്റോണിൻ്റെ കണക്ക് എത്ര അറിയാത്തതുകൊണ്ടാണ് ഞാൻ അത്ര എടുത്തത്. വേണ്ടത്ര ഉപയോഗിക്കാം. പിന്നെ ഇവന്മാരെല്ലാവരും വലുതായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇവിടെ 2 ഉണ്ട്. 1 3 ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ടല്ലോ, നോക്കട്ടെ. 4 1 2 3 4 ഇവിടെ ബാക്കിലുണ്ട്. 5ാമത്തെ കാണുന്നില്ല. ഇവിടെ തന്നെ ഉണ്ട്. ഇത് 5. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്, പേടിക്കാനൊന്നുമില്ല. ഞാനിനിയിപ്പോൾ അങ്ങോട്ടൊന്ന് പോട്ടെ. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ആയിട്ട് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയിട്ട് തരാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഔട്ടർ ബിൽഡ് ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കൊണ്ടുവരുള്ളൂ. ഇവിടെ ഇതേപോലെ കുറച്ച് ഓപ്പർ കൊണ്ട് വേണം ഞാൻ ഉണ്ടാക്കിയില്ല, അത് വിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത എപ്പിസോഡിൽ ചെയ്യും. പിന്നെ ഔട്ടർ ബിൽഡ് ഞാൻ അടുത്ത എപ്പിസോഡിൽ ചെയ്യും. ഇനിയിപ്പോൾ സമയമൊന്നുമില്ല, വേഗം ഈ വീട് ഇടുന്നതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ തന്നെ വേഗം വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഞാൻ റെഡ് സ്റ്റോൺ കില്ലാടി തന്നെ. ഇത് ഇത്ര സിമ്പിളായിരുന്നു എനിക്കറിയില്ല കേട്ടോ ഓട്ടോമാറ്റിക് ഇതാക്കുന്നതിന്. ഇനിയിപ്പോൾ നാളെയാണ് ഏറ്റവും വലിയ പരിപാടി. അതായത് മീൻസ് ഈ ഔട്ടർ ബിൽഡ് ഉണ്ടാക്കണം. പിന്നെ എന്തും ചെയ്യണം, ഇതിനകത്ത് ഓരോന്നായിട്ട് സോർട്ട് ചെയ്യുകയും വേണം. അതിന് നല്ല സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ചെയ്യാത്ത സമയമില്ല. പിന്നെ അപ്പുറത്താണ് ഇനിയും ഹോപ്പേഴ്സും 2 ചെസ്റ്റും കൂടി വെക്കാനുണ്ട്. അത് കുഴപ്പമില്ല. ഞാൻ ആലോചിക്കുന്ന ഈ ചെസ്റ്റിൽ വെക്കുമ്പോഴാണ് എന്താവുന്നത്, ലോട്ടിങ്ങനെ ആവുന്നത്, സാധനങ്ങളിങ്ങനെ പോകുന്നത്. അപ്പോൾ അത് അഥവാ ഈ ചെസ്റ്റിൽ സോർട്ട് ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പുറത്തെ ചെസ്റ്റിൽ പോയി വീഴും. ഒന്നില്ലെങ്കിൽ എനിക്ക് ഇവിടെ കൂടെ ഹോപ്പർ ഇട്ടിട്ട് അപ്പുറത്തോട്ട് ഇടാം, അല്ലെങ്കിൽ അവിടെ വേറെ ചെസ്റ്റ് ആക്കിയിട്ട് അവിടെ വേറൊരു ഏരിയ, ഇവിടെ വേറൊരു ഏരിയ ആക്കാം. വേറൊരു ഏരിയ ആക്കുന്നതായിരിക്കും നല്ലത്. പിങ്കി പോങ്കിയും മങ്കി ഡോങ്കിയും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അവന്മാരൊക്കെ അവിടെ കുറച്ച് പേരുണ്ട്. അവന്മാരെയൊക്കെ എടുത്ത് അടുത്ത എപ്പിസോഡിൽ തന്നെ പേര് കൂടാൻ നമുക്ക് ഹാർനസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഒരു ഔട്ടർ ബിൽഡ് അതും കൂടി വന്നാൽ അടിപൊളിയായിരിക്കും. ഈ ഒരു വില്യം വലേൻ്റെ ഇവിടെ തന്നെ വലിയൊരു ബിൽഡാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ തന്നെ ഈ ഒരു ബിൽഡ് ഉണ്ടാക്കാൻ പറ്റുന്ന ഉറപ്പില്ലായിരുന്നു ഈ ഒരു സ്ഥലത്ത് തന്നെ. കാരണം ഈ ഐലൻഡിൽ അത്രയും വലിയ സ്ഥലമൊന്നും ഇല്ലായിരുന്നു. ഞാൻ പിന്നെ അവിടെ ക്ലീനാക്കി എടുത്തുകൊണ്ട് നടന്ന്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നിങ്ങളുടെ എന്താ സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ഇട്ടോളി. ബൈ ബൈ.